ഭർത്താവ് ശിവപ്രസാദിനും മകനുമൊപ്പം സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുകയാണ് ഉർവശി. മനോജ് കെ ജയനുമുള്ള ആദ്യ വിവാഹബന്ധത്തിന് ശേഷം മകൾ തേജലക്ഷ്മിക്കൊപ്പം എപ്പോഴും സമയം കട്ടാറുമുണ്ട്. മനോജ് കെ ജയനും ഉർവശിയും പിരിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ ഏറ്റവും വലിയ പ്രശ്നമായത് മകളുടെ കസ്റ്റഡി അവകാശമായിരുന്നു. മകളെ തനിക്കൊപ്പം വിടണമെന്ന് ഉർവശി ആരോപിച്ചു. ഉർവശി മദ്യപാനമെന്ന ആരോപണം അന്ന് ഉയർന്നു വന്നിരുന്നു. താൻ ജീവിതത്തിൽ ഏറെ വിഷമിച്ച കാലഘട്ടമായിരുന്നു അത്. മദ്യപിക്കണമെന്ന ആരോപണത്തിൽ നിന്ന് ഒരിക്കൽ ഉർവശി മറുപടി നൽകിയിട്ടുണ്ട്. ഒരാൾ വാശിപ്പുറത്ത് പറയുന്ന ആരോപണങ്ങൾ കേൾക്കുന്ന ആളുകൾ അതേ രീതിയിൽ എടുക്കണമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് അത്രയും പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ. കാരണം മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം ഒന്നിച്ച് ജീവിച്ചു. വിവാഹം കഴിക്കാതെ പ്രണയം 6 വർഷം. 14 വർഷം ഒരുമിച്ചുള്ള ജീവിതത്തിൽ എങ്ങും പറയാതെ പെട്ടെന്ന് ഒരാൾ ഒരു സംഗതി വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണമെന്ന് ഉർവശി അന്ന് വ്യക്തമാക്കി. സമ്മർദ്ദം കൂടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ എന്തെല്ലാം മാർഗങ്ങൾ കണ്ടെത്തി എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അതൊന്നും ഒരു മാർഗമേ അല്ലെന്ന് ഉർവശി നൽകിയ മറുപടി. മുമ്പൊരിക്കൽ മനോരമ ന്യൂസിൽ സംസാരിക്കുകയായിരുന്നു ഉർവശി. മകളെ 2 ദിവസം ഉർവശിക്കൊപ്പം വിടാൻ കോടതി അക്കാലത്ത് ഉത്തരവിട്ടു. അന്ന് ഉർവശി എത്തിയത് മദ്യപിച്ചിട്ടാണെന്ന് വാർത്തകൾ വരികയും മനോജ് കെ ജയൻ ഈ വാദം ശരിവെക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ പ്രശ്നങ്ങൾ അപ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്വബോധം പോയതുപോലെ തോന്നാൻ കാരണമെന്ന് ഉർവശി വ്യക്തമാക്കി. വളരെ സിവിയറായ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രിയിൽ നിന്ന് നേരെ കോടതിയിൽ വരികയായിരുന്നു. അത് കോടതിക്കറിയാം. വളരെ ഹെവിയായ മരുന്നുകൾ 3 നേരവും കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചിരുന്നില്ല. അതറിഞ്ഞു വെച്ചുകൊണ്ട് നേരത്തെ സ്ക്രിപ്റ്റ് റെഡിയാക്കി തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണെന്ന് അന്ന് ഉർവശി പറഞ്ഞത്.